കടുത്ത വേനലിൽ കുടിവെള്ള സ്രോതസ്സായ കിണർ മൂടുന്നതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി. ഇലഞ്ഞി പൊൻകുറ്റിക്കവലയ്ക്ക് സമീപം അക്കാമ മാരിക്കാംകുന്നിൽ സൗജന്യമായി കൊടുത്ത ഭൂമിയിൽ താമസിക്കുന്ന 5ഓളം കുടുംബങ്ങൾക്ക് അവർ നിർമ്മിച്ചു നൽകിയ കിണർ പഞ്ചായത്ത് അങ്കനവാടി നിർമ്മിക്കുവാനായി മൂടാൻ ശ്രമിക്കുന്നതിൽ കനത്ത പ്രതിഷേധം. പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ യോഗം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ചു. ഒരു വ്യക്തി ഇവിടെ 14ഓളം വീടുകൾക്ക് സ്ഥലം അനുവദിച്ച് ആ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടി ആളുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വീട് പണി ചില സന്നദ്ധ സംഘടനകളുടെ സഹായവും അവരുടെ അധ്വാനവും കൊണ്ട് വീട് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അതോട് ചേർന്ന് ഈ ആളുകളുടെ കുടിവെള്ളം ആവശ്യത്തിന് വേണ്ടിയിട്ട് കിണർ വളരെ ബുദ്ധിമുട്ടി നിർമ്മിക്കുകയും ചെയ്ത സാഹചര്യം. ആ കിണർ മൂടി അംഗൻവാടിയുടെ പേര് പറഞ്ഞ് ആ കിണർ ജലസ്രോതസ് നശിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണാധികാരികൾ ശ്രമിക്കുന്ന ഒരു വളരെ ദുഃഖകരമായ സാഹചര്യം. നമുക്കറിയാം, കേരളത്തിലെ കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല പ്രദേശങ്ങളിലും ജലം കിട്ടാക്കനിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഭാരതത്തിൻ്റെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽജീവൻ മിഷൻ എന്ന പദ്ധതി രൂപീകരിക്കുകയും പൈപ്പ് ലൈൻ വഴി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്ത സാഹചര്യം. ആ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നിടത്താണ് ഇവിടെ വളരെ മുതൽ മുടക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾ നിർമ്മിച്ച കിണർ ഒരു അംഗൻവാടിയുടെ പേര് പറഞ്ഞ് മൂടി നശിപ്പിക്കാനുള്ള ശ്രമം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരികൾ. അതിൻ്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം അഴിമതിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് വെള്ളം വേണ്ട എന്ന ധിക്കാരം കൊണ്ടായിരിക്കാം. എന്തായാലും അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രദേശത്തെ ആളുകളുമായി ചേർന്നുകൊണ്ട് ഇലഞ്ഞിയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെതിരായിട്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ശ്രമം പഞ്ചായത്ത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുടിവെള്ള സ്രോതസ് നശിപ്പിക്കുന്നത് കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് യോഗം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പരിപാടി പഞ്ചായത്ത് ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതല്ല എങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ ഇപ്പം 5-6 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈപ്പ് വെള്ളത്തിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പൈപ്പ് വെള്ളത്തിൻ്റെ കാര്യം അത് വരുന്ന സമയവും വരാത്ത സമയമൊക്കെ നമുക്കറിയാം. ഒരു ജലസ്രോതസ് ഉണ്ടെങ്കിൽ കുളിക്കാനും തുണി നനയ്ക്കാനും ഏത് സമയത്തും വെള്ളം ആവശ്യത്തിന് എടുക്കാനും വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കോളനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, പ്രധാനപ്പെട്ട ആവശ്യമാണ്. മറിച്ച് അതുപോലെ തന്നെ ഇവിടെ കുറേ ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കൂട്ടായ്മയുടെ കേന്ദ്രവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോൾ നേരത്തെ തന്നെ ഇത് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു. കിണർ അവിടെ എവിടെയാണ് കുഴിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ അവിടെ കിണറുണ്ടാക്കുകയും ഇവിടെയുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് ചെയ്യുകയും നമുക്കത് മറ്റൊരാവശ്യം പഞ്ചായത്തിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ആ കിണർ മൂടുകയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളരിക്കാപ്പട്ടണമല്ല. അതുകൊണ്ട് ഈ ഒരു സായാഹ്ന പ്രതിഷേധ യോഗം അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇലഞ്ഞി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറിച്ചാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ കോളനിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി പോലും ഈ കിണർ മൂടാൻ തയ്യാറല്ല. ഞങ്ങൾ 14 വീട്ടുകാർക്ക് മാരിക്കാംകുന്നേൽ അക്കാമ ജോയി എന്നയാൾ 14 വീട്ടുകാർക്ക് 5 സെൻറ്റ് സ്ഥലം വീതം തരികയും ആ സ്ഥലത്ത് ഞങ്ങൾ 6 പേരിപ്പം താമസമായി, മറ്റുള്ളവർ 2-3 പേര് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി അംഗങ്ങൾ പണിയാൻ കിടക്കുന്നു.
അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊരു കിണർ 15 ആൾക്കാരും കൂടെ, ഇപ്പോൾ ഈ 14 അംഗങ്ങളും കൂടി പൈസ ഇട്ട്, എനിക്ക് എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഒരു 13,000 രൂപയോളം ഞങ്ങൾ ഓരോ വ്യക്തികളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ നിന്ന് ഈ പൈസ കൊടുത്തതിൻ്റെ പുറത്ത് ഞങ്ങൾ നിന്ന് കഷ്ടപ്പെട്ടുവാണ് ഈ കിണർ ഇത്രയും കുഴിച്ച്. വലിയ വേദനാജനകമായ ഒരു കാര്യമാണ്. രമണൻ പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് മൂടാനുള്ള, പഞ്ചായത്ത് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആരോ പറഞ്ഞെന്നാണ് പറഞ്ഞത്, മൂടാനായിട്ട് അവർ തുടങ്ങിയിരിക്കുക. നേരത്തെ പറഞ്ഞത് പാറ പൊട്ടിക്കും വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിരുന്ന കിണർ ഇപ്പം ഈ വേനൽ സമയത്ത് ഒരു അരയടി വെള്ളം ഉണ്ടായിരുന്നു. അത് മോട്ടർ വെച്ച് പറ്റിച്ചതിന് ശേഷമാണ് അവർ പൊട്ടിക്കാൻ വന്നത്. പണിക്കാർ പൊട്ടിക്കാൻ വന്നത്, അത് പറ്റിച്ചതിന് ശേഷം അത് പൊട്ടിക്കാൻ സമയമായപ്പോഴാണ് നമുക്ക് പറയുന്നത് അത് പറ്റുകയില്ല. അപ്പം ഇപ്പം പറയുന്ന ഒരു പാറ പൊട്ടിച്ചാലും വെള്ളം കിട്ടത്തില്ലെന്ന്. ഈ പാറ പൊട്ടിച്ചാൽ വെള്ളം കിട്ടുകയെന്ന് ഇവരങ്ങ് തീരുമാനിച്ചാൽ മതി. ഇതിനകത്ത് ഇപ്പം തന്നെ ഇതൊരു അരയടി വെള്ളമുണ്ട്, അത് പറ്റിച്ചതിന് ശേഷം ഇപ്പോഴും ഉണ്ട് വെള്ളം അതിനകത്ത്. അപ്പം ഇത്രയും വെള്ളം കിടക്കുന്ന ഈ കിണർ ഞങ്ങളൊരു കാരണവശാലും ഞങ്ങളിത് മൂടാൻ സമ്മതിക്കുകയില്ല. കാര്യം ഞങ്ങളുടെ അധ്വാനം അതുപോലെയാണ് ഈ കിണറ്റിനകത്ത്. നേരം വെളുത്ത് വൈകുന്നേരം അന്ത്യാലും വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നമ്മൾ കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കൂടി പൈസയും കൊടുത്ത് മണ്ണും വലിച്ച് ആണുങ്ങളെല്ലാം നിന്ന് കല്ലും കയറ്റി അങ്ങനെ കഷ്ടപ്പെട്ട് കുടിച്ച ഒരു കിണറാണ്. അപ്പം ഇത് മൂടാൻ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല. അവർ ഇവിടെ പഞ്ചായത്തിൻ്റെ തറക്കുഴി എടുക്കാനായിട്ട് JCB വന്നു. അതേ ദിവസം കളക്ടറുടെ ഓർഡർ വന്നെന്ന് ഇത് പൊട്ടിക്കാൻ പറ്റുകയില്ലെന്നും പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, 14 അംഗങ്ങളും കൂടി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജി മലയിൽ, വൈസ് പ്രസിഡന്റ് CD അശോകൻ, അജിമോൻ K, പ്രശാന്ത് VS, സുധീഷ് കുമാർ S, സജി നെല്ലൂരുപാറ, കോളനി നിവാസികളായ വത്സ, അംബിക, രമണൻ, ടിൻസ് ടോമി തുടങ്ങിയവർ പങ്കെടുത്തു.